ഹലോ എവ്രിവൺ, വെൽക്കം ടു കെംപോട്സ്. MSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 28 സോ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഒഴിവുകൾ ഉള്ളതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ സയൻറ്റിസ്റ്റ് ബി ആണ് വരുന്നത്. അതിൽ ടോട്ടൽ 22 വേക്കൻസീസ് ഉണ്ട്. കെമിസ്ട്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 3 വേക്കൻസീസിലേക്കാണ്. അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് 35 ഇയേഴ്സ് ആണ്. അടുത്ത പോസ്റ്റ് സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്. ഇവിടെ 4 വേക്കൻസീസ് ആണുള്ളത്. അപ്പർ ഏജ് ലിമിറ്റ് 30 ആണ് വരുന്നത്. ദെൻ സീനിയർ ലബോറട്ടറി അസിസ്റ്റൻറ്റ് 2 പോസ്റ്റുകളുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് ബിറ്റ്വീൻ 18 ആൻഡ് 27 ഇയേഴ്സ് ആണ്. ദെൻ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റും ഏജ് ലിമിറ്റ് സെയിം ആണ്. 2 പോസ്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിലേക്ക് വരുമ്പോഴേക്കും സയൻറ്റിസ്റ്റ് ബിക്ക് വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ആണ്. 3 പോസ്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ മൈക്രോബയോളജിക്കാർക്ക് 2 പോസ്റ്റ് ഉണ്ട്. എൻവയോൺമെൻറ്റൽ സയൻസുകാർക്ക് 3 പോസ്റ്റ് അവൈലബിൾ ആണ്. പിന്നെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രിഫറൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നെറ്റ് അല്ലെങ്കിൽ PhD കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പോസ്റ്റ് വരുന്നത് സീനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്. ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് 2 ഇയേഴ്സ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. സോ ഈ എക്സ്പീരിയൻസ് പ്രിഫറൻഷ്യബ്ലി പൊല്യൂഷൻ കൺട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലാവുന്നതാണ് ഉചിതമായിട്ട് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ ലബോറട്ടറി അസിസ്റ്റൻ്റ് ആണ്. 12th സ്റ്റാൻഡേർഡ് പാസ്ഡ് ഇൻ സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് 3 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ റെലവൻറ്റ് ഫീൽഡ്. അപ്പോൾ 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഡിഗ്രി ഇൻ സയൻസും കൊടുത്തിട്ടുണ്ട്. ഫൈനലി ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റ് ഉണ്ട്. അതിൽ 12th സ്റ്റാൻഡേർഡ് പാസ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിസൈറബിൾ ആയിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 hours എക്സാം ഉള്ള പോസ്റ്റുകൾക്ക് 750 എക്സാം ഫീയും അതേപോലെ 250 സെഷൻ ഫീയും കൂടി 1000 രൂപയാണ് വരുന്നത്. 1 hour എക്സാം ആണെങ്കിൽ 500 rupees ആണ് വരുന്നത്. സോ അപ്ലൈ ചെയ്യേണ്ട ലിങ്കും അതേപോലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ PDF നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. താങ്ക്